കുക്ക് ബുക്ക് റെസിപ്പി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു ചായയുടെ റെസിപ്പിയാണ്. കൂടാതെ ഒരു നല്ല ചായയെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഞാനൊരു ചോദ്യം ചോദിക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി ആദ്യമേ ഇടുന്നതാണോ തിളച്ച് കഴിഞ്ഞ് ഇടുന്നതാണോ നല്ലത്? ഇത് രുചിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുമോ? ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? ഉത്തരം അറിയില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന് ശാസ്ത്രീയമായ ഒരു ഉത്തരമുണ്ട്. അത് പറയാം ആദ്യം. പരീക്ഷിച്ച് നോക്കിയ ശേഷം മാത്രം കൈയടിച്ചാൽ മതി. തേയില ശരീരത്തിന് ഉന്മേഷം നൽകുന്നത് ഒരു അന്യായമായ പ്രോസസ്സാകുന്നു. കേരളത്തിലെ തന്നെ ഒരു വലിയ തേയില എസ്റ്റേറ്റ് സന്ദർശിക്കാൻ എനിക്കൊരവസരം ലഭിച്ചു. അവിടുത്തെ തന്നെ സ്റ്റാഫ് ഗൈഡ്സ് തേയില ഫാക്ടറി സന്ദർശിക്കാനും അവസരം ലഭിച്ചു. അവിടെ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നവർ കാണിച്ചു തന്നു. സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് തേയിലപ്പൊടി ഇടാറാണ് പതിവ്. അല്ലെങ്കിൽ തേയിലയും പഞ്ചസാരയും ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിക്കും. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും തെറ്റായ രീതിയാണെന്ന്. വെള്ളം അല്ലെങ്കിൽ പാൽ തിളപ്പിച്ച് മാറ്റി വെച്ച ശേഷം അതിലേക്ക് തേയിലപ്പൊടി ഇടണം. ഇട്ട ശേഷം ഉടൻ തന്നെ ഒരു അടപ്പ് കൊണ്ട് അത് മൂടണം. 3-4 മിനിറ്റുകൾ കഴിഞ്ഞ് അതെടുത്ത് അരിച്ച് ഗ്ലാസ്സിലേക്ക് പകർത്താം, കുടിക്കാം. ശ്രദ്ധിക്കുക, പഞ്ചസാര വേറെ മാത്രമേ ഇടാവൂ. ഇതിന് അദ്ദേഹം കാരണമായി പറഞ്ഞത് തുറന്നു വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കോ പാലിലേക്കോ തേയില ഇട്ടാൽ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ്, ഗ്ലൈക്കോസൈഡ്സ്, തിയോഗലിൻ എന്നിവയെല്ലാം ബാഷ്പീകരിച്ചു പോകും. പിന്നെ നമുക്ക് ബാക്കി കിട്ടുന്നത് വെറും കളർ വെള്ളം മാത്രമാകുന്നു എന്നതാണ്. ഇവയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ചായ കുടിച്ചാൽ ഉന്മേഷം കിട്ടില്ലത്രേ. ഒരിക്കലും മധുരം വെള്ളത്തിനൊപ്പം അല്ലെങ്കിൽ പാലിനൊപ്പം ഇട്ട് തിളപ്പിക്കരുത്. പഞ്ചസാരയുടെ കെമിക്കൽ സ്വഭാവം ചായയുടെ അസൽ രുചിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. രുചി വ്യത്യാസങ്ങൾ അറിയാനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. 1-2 പ്രാവശ്യം ഈ രീതിയിൽ ചായ ചെയ്തു നോക്കിയ ശേഷം വ്യത്യാസം വിലയിരുത്തണം. കാരണം നിലവിലെ രുചി രസിച്ച് ശീലിച്ച നമ്മുടെ നാവ് ആദ്യം പുതുരുചി കമ്പയർ ചെയ്യും. തള്ളിക്കളയാനുള്ള ചാൻസ് 80% ഉണ്ട് താനും. ബട്ട് ആഫ്റ്റർ ഫ്യൂ ട്രൈസ് ഫൈനലി നാവ് വഴങ്ങും വ്യത്യസ്ത രുചിയെ സ്വീകരിക്കാനായി. നാവ് 2 നാവും നീട്ടി സ്വീകരിക്കും. അറിയുക, ചായ ഉണ്ടാക്കുന്നത് ഒരു കലയാകുന്നു. കാരണം ചായ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മനസ്സാണല്ലോ എല്ലാം. വല്ലാത്ത മാനസിക പിരിമുറുക്കം വരുമ്പോൾ ഓടിപ്പോയി ഒരു ചായ കുടിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും തലവേദന മാറ്റാനുമൊക്കെ ചായയിലെ ചില ഘടകങ്ങൾ സഹായിക്കും. നാഡീവ്യൂഹപരമായ പ്രശ്നങ്ങളുടെ സാധ്യതയും ചായ കുറയ്ക്കും. മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ചില വിഷവസ്തുക്കളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും ചായ സഹായകമാണ്. ഇന്നത്തെ റെസിപ്പി ചെമ്പരത്തി ചായയുടേതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നൊരു പാനീയമാണ് ചെമ്പരത്തി ചായ അഥവാ ഹിബിസ്കസ് ടീ. ആൻറ്റി ഓക്സിഡൻറ്റിനാൽ സമ്പുഷ്ടമാണ് ഈ ചായ. ചർമ്മത്തിനും ഗുണം ചെയ്യും. ബാക്ടീരിയ അണുബാധയെ അകറ്റാൻ ചെമ്പരത്തിക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചെമ്പരത്തി ചായ കുടിക്കുന്നത് ഇടവിട്ടിട്ടുള്ള ചുമ, ജലദോഷം എന്നിവ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി എങ്ങനെയാണ് ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ചെമ്പരത്തിപ്പൂവ് 6 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, പട്ട 1 ചെറിയ കഷ്ണം, വെള്ളം 3 ഗ്ലാസ്, തേൻ ആവശ്യത്തിന്, നാരങ്ങാനീര് 1/2 നാരങ്ങയുടെ നീര്. തയ്യാറാക്കുന്ന വിധം: ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക. വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക. പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഇഞ്ചിയും പട്ടയും ചേർക്കുക. നന്നായി തിളച്ച ശേഷം വെള്ളം ചെമ്പരത്തിപ്പൂവിലേക്ക് ഒഴിക്കുക. 2 മിനിറ്റോളം അടച്ചു വെക്കുക. ഇളക്കരുത്. പൂവിൻ്റെ ചുവന്ന നിറം വെള്ളത്തിലേക്ക് കലർന്ന് കടും ചുവപ്പ് നിറമാവും. നന്നായി അരിച്ചെടുക്കുക. ശേഷം തേനും നാരങ്ങാനീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം കുടിക്കാം. അങ്ങനെ നല്ല അസലൊരു ചായ ഉണ്ടാക്കുന്ന രീതിയും നല്ലൊരു ചായയുടെ റെസിപ്പിയും നിങ്ങൾ അറിഞ്ഞുവല്ലോ. പുതിയൊരു ചായ റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.